നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. 90 മിനിറ്റ് കഴിയുമ്പോൾ റയൽ മാഡ്രിഡ് വിജയം ഉറപ്പിച്ചതാ. പക്ഷേ കളിയുടെ അവസാന നിമിഷങ്ങളിൽ ഇഞ്ചുറി ടൈമിൽ കഥ മാറി മറിഞ്ഞു. മാർക്കോസ് ലൊറൻഡോ നേടിയ ഗോളിലൂടെ അത്ലറ്റിക്കോ മാഡ്രിഡ് ഒപ്പം പിടിച്ചു. 1-1 സമനില. റയൽ മാഡ്രിഡിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു മിസ്ഡ് ഓപ്പർച്യൂണിറ്റിയാണ്. അവരുടെ ലീഗ് ടേബിളിലെ ലീഡ് വർദ്ധിപ്പിക്കാനുള്ള അവസരം. പക്ഷേ ലീഡ് ഇപ്പോൾ 2 പോയിന്റായിട്ട് ചുരുങ്ങി നിൽക്കുകയാണ്. എന്തായാലും റയൽ മാഡ്രിഡ് വേഴ്സസ് അത്ലറ്റിക്കോ മാഡ്രിഡ് മത്സരം ഒരു കിടിലൻ പോരാട്ടം. എപ്പോഴും മാഡ്രിഡ് ഡെർബി നമ്മൾ അങ്ങനെയാണ് കാണാറുള്ളത്. അവസാനം വരെ പൊരുതി അത്ലറ്റിക്കോ മാഡ്രിഡ് സമനില പിടിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. മത്സരത്തിൽ റയൽ മാഡ്രിഡിന്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ആദ്യ 11 ബ്രയൻ ഡയസും റോഡ്രിഗോയും ജൂഡ് ബെല്ലിംഗാമുമാണ് കളിച്ചത്. എന്തുകൊണ്ട് ഹുസൈലു ഇല്ല എന്നുള്ള ചോദ്യത്തിന്റെ മറുപടി കാർലോ ആഞ്ചലോട്ടി പറഞ്ഞത്, ഹുസൈലുവിനെ കളിപ്പിക്കുമ്പോൾ ഡിഫൻസിന്റെ ഓൾഡ് സിസ്റ്റം മാറ്റണം. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഡയസിനെ പ്ലേയിങ് 11 ഉൾപ്പെടുത്തിയതെന്നാണ്. മറുഭാഗത്ത് ഗ്രീസ്മാനും മൊറാറ്റയും ചേർന്നുകൊണ്ടാണ് അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ മുന്നേറ്റങ്ങൾ നയിച്ചത്. കളിയുടെ 20ാമത്തെ മിനിറ്റിൽ ബ്രയൻ ഡയസിലൂടെ റയൽ മാഡ്രിഡ് ലീഡ് എടുത്തു. ആദ്യ പകുതി അവസാനിക്കുമ്പോൾ ഒരു ഏകപക്ഷീയമായ ഒരു ഗോളിന് മുന്നിലായിരുന്നു. രണ്ടാം പകുതിയിലും കളി അങ്ങനെ തന്നെ മുന്നോട്ട് പോയി. ഈ മത്സരം റയൽ മാഡ്രിഡ് വിജയിക്കുമെന്ന തോന്നലുണ്ടാക്കിയ ഘട്ടത്തിലാണ് അവസാന നിമിഷങ്ങളിൽ ഒന്നിൽ ലൊറൻഡോയുടെ ഗോൾ പിറക്കുന്നത്. മത്സരം 1-1 സമനില. ഏതായാലും മത്സരം സമനിലയിൽ പിരിഞ്ഞെങ്കിലും ലാലിഗ ടേബിളിൽ 1ാം സ്ഥാനത്ത് തന്നെയാണ് റയൽ മാഡ്രിഡ്. 23 കളികളിൽ നിന്ന് അവർക്ക് 58 പോയിന്റുകൾ ഉണ്ട്. അതേസമയം 23 കളികളിൽ നിന്ന് 48 പോയിന്റുള്ള അത്ലറ്റിക്കോ മാഡ്രിഡ് ഇപ്പോൾ പോയിന്റ് പട്ടികയിൽ 4ാം സ്ഥാനത്താണ്. കളിയിൽ റയൽ മാഡ്രിഡ് അനുകൂലമായ പെനാൽറ്റി വിളിച്ചില്ല എന്ന തരത്തിലുള്ള വിവാദമുണ്ട്. പക്ഷേ ആഞ്ചലോട്ടി അതിനോട് പറഞ്ഞത് നോ കമന്റ്സ് എന്നാണ്. അതിനോട് പ്രതികരിക്കാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് കൊണ്ടുവെത്താം.